അങ്ങനെ ഈ എപ്പിസോഡിനെ തൊട്ട് തന്നെ കാണിക്കുന്നതാണെങ്കിൽ അവരങ്ങനെ കിസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ അവനാണെങ്കിൽ മുഖം കഴുകി ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ഫോണിലേക്കാണെങ്കിൽ ദാക്യോങ്ങ് വിളിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ടാകും നീ പൊക്കോളാൻ പറയുമ്പോൾ അവനെ ഇറങ്ങണേക്ക് മുന്നേ ഇങ്ങനെ പറയുന്നുണ്ടാകും നീ ധൃതി പിടിച്ചൊന്നും ഇവിടെ നിന്ന് പോകാൻ നിൽക്കണ്ട, അവിടെ ഓക്കെ ആയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിത്തിയോ അങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ എന്താ ആ ഒരു കൊച്ചിൻ്റെ കരച്ചിലുണ്ടാകും. അപ്പോൾ ആ കൊച്ചിന് നല്ല പനിയായിരിക്കും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു, കൊച്ചിനെ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചെന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ മറ്റവനായിട്ടിരുന്ന് ഡ്രിങ്ക്സ് കുടിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ആ ഒരു സമയത്ത് അവരിങ്ങനെ പറഞ്ഞ കാര്യം അവനിങ്ങനെ ആലോചിക്കും. അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് രണ്ടുപേർക്കും ഒരു തെറ്റ് പറ്റിയതാണ്, ഇനി ഒരിക്കലും നമ്മളിത് ആവർത്തിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. എന്നിട്ട് പിറ്റേന്നാകുമ്പോൾ അവളാണെങ്കിൽ ആ ഒരു ഡോക്ടർ ചായയില്ലേ മുന്നേ ഉണ്ടായിരുന്നൊരു ഡോക്ടർ, ആ ഡോക്ടറെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് ഈ ഒരു ഗോസാനിൽ നിന്നല്ലാത്ത എവിടേക്കാണെങ്കിലും കുഴപ്പമില്ല, സോളാണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരിങ്ങനെ പറയുന്നുണ്ടാകും അതിൻ്റെ വേക്കൻസീസ് ഒരുപാട് ഉണ്ടാകും, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നോക്കാന്നൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു ബാഗ് നോക്കിയിട്ട് നമ്മുടെ യങ്ജുനെ ആലോചിക്കും. യങ്ജുനാണെങ്കിൽ രാത്രി മൊത്തം ഇൻ്റർനെറ്റ് കഫേയിൽ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ഞെട്ടി എണീച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ എന്താ അവിടെ രാവിലെ ആയിരിക്കും. അപ്പോൾ ഇവൻ്റെ ആ ഒരു കൂട്ടുകാരല്ലേ, ഇവൻ്റെ പേരാണ് ഹേക്കങ്, അവനിത് കാണുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ലിത്തയോ ആണെങ്കിൽ ദാക്യോങ്ങിൻ്റെ അടുത്ത് ആ ഒരു കൊച്ചിനെ ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാകും. അപ്പോൾ ദാക്യോങ് പറയും ബാ നമുക്ക് പോവാന്നും പറഞ്ഞ് അവരാണെങ്കിൽ യങ്ജുൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ എന്താ അവിടെ യങ്ജുൻ ഉണ്ടാവില്ല. അപ്പോഴേക്കും യങ്ജുനാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ അവൻ ചോദിക്കും നീ എവിടെയായിരുന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാണെന്നും പറഞ്ഞ് അവനാണെങ്കിൽ റെഡി ആവാൻ പോകുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ റെഡിയൊക്കെ ആയിക്കഴിഞ്ഞ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവളിങ്ങനെ ചോദിക്കും യങ്ജുൻ നീ സ്മോക്ക് ചെയ്യാറുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവനിങ്ങനെ ചോദിക്കുന്നുണ്ടാകും നീ എന്തിനാ അവനോട് അങ്ങനെ ചോദ്യം ചോദിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും അവനെ സിഗരറ്റ് മറക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചാണെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുൻവോയാണ്. സുൻവോ ആണെങ്കിൽ ഒരു കൊച്ചിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ യങ്ജുനൻ്റെ ഫോട്ടോ കണ്ട് ആകെ മിസ്സായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം നമ്മുടെ യങ്ജുനാണെങ്കിൽ ലൈബ്രറിയിലൊക്കെ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആ ഒരു കൂട്ടുകാരൻ കാണുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ആ ഒരു ലിത്തിയോ ആണെങ്കിൽ ഇവിടെ അടുത്ത് വിളിച്ചിങ്ങനെ പറയും എടി യങ്ജുൻ സ്മോക്ക് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല എൻ്റെ മോൻ അങ്ങനൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഡോക്ടർ ചായ ആണെങ്കിൽ സുൻമോനെ മെസ്സേജ് അയക്കും ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് നീ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ലിത്തിയോനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും എനിക്കൊരു സ്ഥലത്ത് ഇങ്ങനെ വേക്കൻസി ഉള്ളതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, പോണേക്ക് മുന്നേ നമ്മുടെ യങ്ജുൻ്റെ അടുത്ത് സംസാരിക്കണം, അവൻ പോണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ആ ഓക്കെ പോണേക്ക് മുന്നേ നമുക്കൊന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, യങ്ജുനായിട്ട് മീറ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിത്തയോ ആണെങ്കിൽ ദാക്യോങ്ങിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ദാക്യോങ്ങിന് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ചോദിക്കും യങ്ജുൻ എന്ത് യങ്ജുൻ വന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും യങ്ജുൻ വന്നില്ല, അവൻ എന്തോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ വേണ്ടി പോയേക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. പക്ഷേ യങ്ജുനാണെങ്കിൽ ആ ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ ഇരുന്ന് ഗെയിം കളിക്കണമായിരിക്കും. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ ഇവനെ ശ്രദ്ധിക്കുന്നുണ്ടാവും കേട്ടോ, ആ ഒരു ഹേക്കാങ്. അപ്പോൾ ഇവനാണെങ്കിൽ അതിൽ നിന്നൊരു ചിപ്സ് എടുത്തിട്ട് അതൊന്നും ബില്ലൊന്നും അടക്കാതെ അവനങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുവന്ന് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനിങ്ങനെ പറയും നീ ഒരുപാട് ലേറ്റ് ആയിട്ടാണല്ലോ അവിടെ വന്നേന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയും ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അകത്തേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നിൻ്റെ അമ്മക്ക് എന്തോ നിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെന്നാണ് പറഞ്ഞത്, അമ്മ ഇവിടുന്ന് പോകാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനൊന്നും പറയാതെ അകത്തേക്ക് കയറിയിരുന്ന് ആ ചിപ്സൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ദാക്യോങ്ങാണെങ്കിൽ ഇവരിങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ഒരു സുൻവോ പോണ കാര്യമൊക്കെ അവൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഈ എറിമിനെയും അവളുടെ ഹസ്ബൻഡിനെയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഫുഡ് വെച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അവനിങ്ങനെ പറയുന്നുണ്ടാകും നിനക്ക് ഈ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നിനക്കിത് ചേരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും എന്തായാലും നിൻ്റെ ചാൻസ് ഒക്കെ പോയി, ഇത് ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ ഒരുപാട് കൊല്ലങ്ങളായി, എന്നിട്ട് നീ ഇപ്പോഴാണ് പറയുന്നത്, എന്തായാലും ഇനി അതൊന്നും തിരിച്ചു വരാൻ പോണില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ, നമ്മൾ മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും വരാൻ പോണില്ല എന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും സത്യം പറയാല നമ്മൾ ഡേറ്റിംഗ് ഒന്നും ചെയ്യാതെയാണ് കല്യാണം കഴിച്ചത്, അതുകൊണ്ട് തന്നെ ഞാനൊരു പൊട്ടനും മണ്ടനും ആയിരുന്നു, എനിക്ക് ആ ഒരു പ്രണയം തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ലായിരുന്നു, നീ എന്നോട് ക്ഷമിക്കണം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡേറ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ അവളോട്. അപ്പോൾ ഇവക്കാണെങ്കിൽ എന്തോ വയറുവേനൊക്കെ പോലെ തോന്നുന്നുണ്ടാകും. അങ്ങനെ ഇവളാണെങ്കിൽ ആ ഒരു ഗൈനിക്കിനെ പോയി കാണിക്കുമ്പോൾ ഗൈനിക്ക് സ്കാനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഗൈനിക്ക് ഇങ്ങനെ പറയുന്നുണ്ടാകും ഒരു ഫൈബ്രോയിഡ് പോലെ ഉണ്ട്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ.
അപ്പോൾ അവൾ പറയും നമുക്കെന്താ ഫുഡ് വെച്ചാലെന്നും പറഞ്ഞ് സുൻവോടെ ആ ഒരു റൂമിലേക്ക് വരും. അവിടെ സുൻമോനെ വിളിക്കും. അപ്പോൾ സുൻവോ വരാമെന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സ് മാറുന്ന സമയത്ത് ഇവളിങ്ങനെ പറയുന്നുണ്ടാകും എനിക്കും ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങണ ആ ഒരു സമയത്ത് തന്നെ ഇവളാണെങ്കിൽ യങ്ജുൻ്റെ ടീച്ചർ വിളിക്കും കേട്ടോ. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് എന്തോ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ലിത്തിയവനെയും ഇതുപോലെ ടീച്ചർ വിളിച്ചിട്ട് അവനും അവിടെ നിന്ന് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ടാകും യങ്ജനും അവൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള തേക്കാങ്ങും ആണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇടി വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും അവനിപ്പോൾ എങ്ങനെയുണ്ട്, യങ്ജുന് ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ടീച്ചർമാരിങ്ങനെ പറയുന്നുണ്ടാകും യങ്ജുന് 2-3 പോറലുള്ളൂ, പക്ഷേ തേക്കാങ്ങനെ നല്ല രീതിക്ക് ഇടി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല പിള്ളേരൊക്കെ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യങ്ജുനാണ് ആദ്യം ഇടിച്ചതെന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും എനിക്ക് യങ്ജുൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും യങ്ജുന് എന്താ പറ്റിയത്, നീ അങ്ങനെ ഇടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ ഇൻ്റർനെറ്റ് കഫേന്ന് ഒരു ചിപ്സ് മോഷ്ടിച്ചു, അതിനെപ്പറ്റി അവൻ എന്നെ വലിയ ആളാവാൻ നോക്കി, എന്നെ വലിയ പഠിപ്പിക്കാൻ നോക്കി, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം ഞാൻ ഇടിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും നീ അവൻ ഇടിച്ചത് പോട്ടെ, നീ എന്തിനാ അത് കട്ടെടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, നിങ്ങൾക്ക് വലിയവർക്കും തെറ്റ് പറ്റൂലേ, ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതാണെങ്കിൽ നിങ്ങളുടെ സോറി പറഞ്ഞാൽ തീരാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു തർക്കുത്തരങ്ങളൊക്കെയാണ് അവൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ടാവുക. അങ്ങനെ അവരാണെങ്കിൽ ആ ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും അവരിങ്ങനെ പറയുന്നുണ്ടാകും സുൻവോ പറയും നമുക്കെന്നാൽ വീട്ടിലോട്ട് പോയിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അവൻ പറയും അമ്മയുടെ വീട്ടിലോട്ടൊന്നും ഞാൻ വന്നില്ല എന്നും പറഞ്ഞ് അവനാണെങ്കിൽ അച്ഛൻ്റെ കാറിൽ കയറി ഇരിക്കും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും ഇവനെന്ത് ഇത്ര ഇതായത്, അന്ന് നിങ്ങളെന്താ എന്നോട് എൻ്റെ കൊച്ച് സ്മോക്ക് ചെയ്യുമെന്ന് ചോദിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ദാക്കിയോ അങ്ങനെ അവൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ സ്മെല്ല് കിട്ടിയെന്ന് പറയുമ്പോൾ അവൾ പറയും അത് വേറൊന്നും കൊണ്ടല്ല, ഇൻ്റർനെറ്റ് കഫേ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് ഉണ്ടാകും അതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്തായാലും എൻ്റെ മോന് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അത് മാത്രമല്ല ആ ഒരു തേക്കാങ്ങിൻ്റെ ആൾക്കാരൊക്കെ ആണെങ്കിൽ കേസാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അതെങ്ങനെയെങ്കിലും ഇവർ സോൾവ് ആക്കണം. അപ്പോൾ അവരതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഈ ഒരു യങ്ജുനും അതുപോലെ തന്നെ അവനും വീട്ടിലേക്ക് വരുമ്പോൾ ദാക്കിങ്ങ് പറയും നീ ഒരുപാട് ലേറ്റ് ആയില്ലെന്ന് പറയുമ്പോൾ അവൻ ഇഷ്ടപ്പെടാതെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ ചോദിക്കും എന്താ വൈകിയെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും അവിടെ ചെറിയൊരു ഇടി ഉണ്ടായെന്ന് പറയുമ്പോൾ തേക്കാങ്ങായിട്ടല്ലേ അതെനിക്കറിയാം, അവൻ ഇടിച്ചതൊക്കെ പോട്ടെ, അവൻ എന്തിനാ അതൊക്കെ കട്ക്കാൻ പോയത്, അവനിക്ക് അതിനുള്ളൊരു പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഇവനിക്കാണെങ്കിൽ വല്ലാത്തൊരു അതിശയാവും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാക്കിയോ അങ്ങനെ ഇതൊക്കെ നേരത്തെ ന്യൂസ് കിട്ടിയിട്ടുണ്ടാകും, ആ ഒരു ക്ലാസ്മേറ്റിൻ്റെ അമ്മ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇവളുടെ അടുത്ത്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ടാകും എൻ്റെ മകൻ അങ്ങനെ തെറ്റിയതെങ്കിലും ഇനി അവൻ അങ്ങനെ ചെയ്യില്ല, എന്തിനാ വെറുതെ പണിഷ്മെൻറ്റ് കൊടുക്കണേന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും നിനക്കിപ്പോൾ മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എന്നാലും അവനക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവനിക്കതൊന്നും ഇഷ്ടപ്പെടാതെ അവനാണെങ്കിൽ റൂമിൽ പോയി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോ ആണെങ്കിൽ യങ്ജുന്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ മറ്റു പുള്ളിക്കാരത്തി ആണെങ്കിൽ മൈൻഡും കൂടി ചെയ്യുന്നുണ്ടാവില്ല നമ്മുടെ സുൻവോനെ. അണ്ട് സുൻവോ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും എന്നിരുന്നാലും നിന്റെ മകൻ ഒരു രോഗിയാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അവനിത് ആദ്യമായിട്ടൊന്നുമല്ല കട്ടെടുക്കുന്നത്, അവൻ ഇതിനു മുന്നേ ഒരുപാട് സാധനങ്ങൾ കട്ടെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ സുൻവോക്ക് ഇഷ്ടപ്പെട്ടില്ല. സുൻവോ പറയും എൻ്റെ മകൻ ചെയ്തത് തെറ്റാണ്, അത് സമ്മതിച്ചു, പക്ഷേ എൻ്റെ മകൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ വെറുതെ പറയണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരത്തി തിരിച്ചങ്ങ് നല്ലത് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ അവൾ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പം മേളിലൊരു പെട്ടി ഉണ്ടാകും, അവളത് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ താഴെ വീണ് അതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരും കേട്ടോ. അപ്പം അതിനകത്തൊക്കെ ഇവൻ്റെ അല്ലാത്ത കുറേ സാധനങ്ങളെ കണ്ടിട്ട് ഇവളാണെങ്കിൽ വല്ലാതെ അങ്ങ് ഷോക്കായിട്ട് പോകും. അത് മാത്രമല്ല ആ ഒരു യങ്ജുൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ അവൾക്ക് മനസ്സിലാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ലിത്തിയോ അവനെയും കൊണ്ട് ആ ഒരു സാധനം കട്ടെടുത്ത സ്ഥലമല്ലേ അവിടെ ചെന്നിട്ടൊരു സോറിയൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും അതൊന്നും സാരമില്ല, ആ പൈസ തരണ്ട, ചെറിയൊരു എമൗണ്ട് അല്ലേ, അവൻ ഇവിടെ നിന്ന് കട്ടെടുത്താലും വേണ്ടില്ല, ഇവിടെ കിടന്ന് ഉറങ്ങരുതെന്ന് പറ, അന്ന് രാത്രി ഇവൻ ഫുള്ള് ഇവിടെ കിടന്നാണ് ഉറങ്ങിയതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലിത്തിയോ ആ ഒരു കാര്യം അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഇവർ ഇറങ്ങി വരുമ്പോൾ അവനിങ്ങനെ ചോദിക്കുന്നുണ്ടാകും നീ എന്താ അന്ന് രാത്രി വീട്ടിൽ കിടക്കാണ്ട് അവിടെ കിടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എന്നെ അബ്രോഡാക്കുന്ന കാര്യമൊക്കെ ഞാൻ കേട്ടോണ്ട് എനിക്ക് അവിടെ കിടക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എൻ്റെ മോനിക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മോൻ പോവണ്ട, മോൻ ഒരിക്കലും നിർബന്ധിക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്തായാലും ഇത് സുൻമോനോട് പറയണ്ട, അവൾ അറിഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ എങ്കിൽ സങ്കടമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ യങ്ജുൻ ഇങ്ങനെ പറയും അതെന്തിനാ അച്ഛൻ നോക്കുന്നത്, അച്ഛൻ എന്തിനാ അതോർത്ത് സങ്കടപ്പെടണേ, എന്താ അമ്മേനോട് ഇത്ര വലിയ കാര്യം, അതൊക്കെ ഒരു ബാഡ് ആയിട്ടുള്ളൊരു കാര്യമില്ലേ എന്നൊക്കെ അവനോട് പറയുമ്പോൾ അവനിക്കും എന്തുപോലെ ആകും കേട്ടോ. അവൻ എന്തിനാ അങ്ങനെ ചൂടാവണമെന്നൊക്കെ ആലോചിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ രാത്രിയാണെങ്കിൽ സുൻവോ ആണെങ്കിൽ ലിത്തയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും നമുക്ക് അവരോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു മെസ്സേജ് ആണെങ്കിൽ ദാക്യവും കണ്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ വീട്ടിൽ നിന്ന്
തുടങ്ങുമ്പോൾ ദാക്യോങ് എന്തൊക്കെ കണ്ടിട്ടിരിക്കണതാണ്. എന്നിട്ട് ദാക്യോങ് ആണെങ്കിൽ ആ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ചോദിക്കും അവനിപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുൻവോ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടാകും. എന്നിട്ട് അവരാണെങ്കിൽ അകത്തോട്ട് കയറി ചെന്നിട്ട് ക്ഷമയൊക്കെ ചോദിക്കും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ പറയുമ്പോൾ ഇവനാണെങ്കിൽ പറയുന്നുണ്ടാകും എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഇനി ഒരിക്കലും തല്ലില്ല എന്ന് പറയുമ്പോൾ ആ ഒരു കൂട്ടുകാരിങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത്, നീ അങ്ങനെ കട്ടെടുത്തപ്പോൾ നീ അങ്ങനെ കട്ടെടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തെറ്റാന്നല്ലേ നീ പറഞ്ഞത്, അപ്പം ഞാൻ ആരാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിൽ നല്ല കട്ട് കലിപ്പി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും കണ്ട യങ്ജുനെ ശരിക്കും ക്ഷമ ചോദിക്കണം എന്നില്ല, വെറുതെയാണ് അവനിങ്ങനെ വന്നേക്കണേന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, ഞങ്ങൾ എന്തായാലും കേസായിട്ട് തന്നെ മുമ്പോട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ മുട്ടിൽ നിന്നിട്ട് പറയും ഞാൻ എന്നോട് ക്ഷമിക്കണം, നീ എന്നെ ഓർത്തിട്ടെങ്കിലും യങ്ജുനൊരു ക്ഷമ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലിത്തയ്ക്കും യങ്ജുനും വല്ലാത്തൊരു സങ്കടമാകട്ടോ ഇവളിങ്ങനെ മുട്ടിൽ നിൽക്കുമ്പോൾ. ആ ഒരു സമയത്ത് തന്നെ അങ്ങടേക്കാണെങ്കിൽ ദാക്യോങ് വരും കേട്ടോ. ദാക്യോങ് വരുമ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും ദാക്യോങ് നീ എന്താ വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും ഞാൻ ഇവൻ്റേത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ലിത്തയാണെങ്കിൽ അവിടെ അടുത്ത് ഇങ്ങനെ എണീക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൾ എണീക്കില്ല കേട്ടോ. ആ ഒരു സമയത്ത് ആ പെണ്ണിങ്ങനെ പറയുന്നുണ്ടാകും വെറുതെ ഇവിടെ നിന്ന് നാണം കടാണ്ടൊന്ന് പൊക്കൂടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സുനു ആണെങ്കിൽ അവിടെ നിന്ന് എണീച്ചിട്ട് പുറത്തോട്ട് പോകുന്നുണ്ടാവും കേട്ടോ. വല്ലാത്തൊരു സങ്കടമായിരിക്കും അവൾക്ക്. അങ്ങനെ ഈ ഒരു ദാക്യോങ് ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ അവനെ ഇങ്ങനെ അബ്രോഡ് വിട്ട് പഠിപ്പിക്കണ കാരണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവന് ഇത്തിരി ദേഷ്യം വന്നു, അതുകൊണ്ടാണ് അവനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം, എൻ്റെ പാരൻസും ഇതിനൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഒരു കൊച്ചിൻ്റെ അച്ഛനാണെങ്കിൽ കൂളാവട്ടോ. എന്നിട്ട് പറയും ആ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ ഇടയ്ക്ക് ഇടിക്കണമല്ലോ അതിലല്ലേ ഹരോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ സെറ്റാകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹസ്ബൻഡിനെ ദാക്യോങ്ങിൻ്റെ അച്ഛൻ സഹായിക്കും കേട്ടോ, അതുകൊണ്ടാണ് അവനിങ്ങനെ ഇതിൽ സോൾവ് ആക്കി കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ സുൻവോ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇവരൊന്നും അവളെ മൈൻഡ് ചെയ്യാണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് വന്ന വഴിക്കാണെങ്കിൽ അവനങ്ങനെ ഒരുപാട് നന്ദിയൊക്കെ ഉണ്ടെന്ന് ദാക്യോനോട് പറയുമ്പോൾ ദാക്യോങ് പറയും ഈ അതൊന്നും സാരമില്ല, യങ്ജുനും നമ്മുടെ ഒരു ഫാമിലി അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മുടെ സുൻവോ ആണെങ്കിൽ തിരിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോൾ അവർ പറയും ഞങ്ങളെന്നാൽ പേഷ്യൻറ്റിനെ അയച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ആ അയച്ചോളാന്നൊക്കെ പറയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൾ ലീവ് എടുത്ത് പോയതായിരിക്കും, പക്ഷേ ലീവ് എടുക്കാതെ തന്നെ അവൾ തിരിച്ച് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ അവളാണെങ്കിൽ പേഷ്യൻസിനെയൊക്കെ നോക്കും. അങ്ങനെ ഒരു പെണ്ണിൻ്റെ വയറുവിനൊക്കെ നോക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും വേറെ കുഴപ്പമൊന്നുമില്ല, വല്ല ഗ്യാസ് എങ്ങാനായിരിക്കും, പിന്നെ പീരിയഡ്സ് ഒന്നും കറക്റ്റ് ടൈമില്ലല്ലോ, അടുത്ത തവണ വരുമ്പോൾ ഗൈനിക്കിനെ കാണിക്കാനൊക്കെ പറയുമ്പോൾ ആ കൊച്ച് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളുടെ ആ ഒരു ഡ്യൂട്ടിക്ക് ഇടയിലാണെങ്കിൽ ആ ഒരു യങ്ജൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടാകും അമ്മ എന്തായാലും എന്നെ നോക്കി നിൽക്കണ്ട, അമ്മക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എങ്ങടാന്ന് വെച്ചാൽ പൊക്കോ, എൻ്റെ മുമ്പിൽ നിൽക്കണ്ട, എനിക്കും അച്ഛനും ഒരു ഭാരം ആവണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമാകുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ അവളുടെ കൂട്ടുകാർ വന്നിട്ട് പറയും എടി നീ അറിഞ്ഞാൽ ചിലപ്പോൾ എങ്കിൽ ഏറിയും അവളുടെ ആ ഒരു ഹസ്ബൻഡും വീണ്ടും ഒന്നിക്കിയിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും നീ എന്നൊരു സമയം എന്തോ ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞില്ലേ, എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും എടി ഞാൻ ഈ ഗോസാൻ വിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോകാമെന്നൊക്കെ പറയട്ടോ. അപ്പോൾ അവൾ പറയും പക്ഷേ യങ്ജുന് അത് ഇഷ്ടപ്പെടുമോ, യങ്ജുന് നിനക്ക് മാറിയിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും യങ്ജുനാണ് എന്നോട് പറഞ്ഞത് ഇവിടുത്തെ പൊക്കോളാനുള്ള കാര്യം, എടി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ പാരൻസ് ഒക്കെ ഡിവോഴ്സ് ചെയ്തപ്പോൾ നിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് രണ്ടുപേരോടും നല്ല ദേഷ്യമായിരുന്നു, പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി അവരുടെ ഒരു ഇതല്ലേ എന്ന് ഓർത്തിട്ട്, പിന്നെ അവർ തമ്മിൽ ഒന്നുകൂടി മിണ്ടുമ്പോൾ എനിക്ക് ആ ഒരു ദേഷ്യം പിന്നെയും വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് എന്തോ ഒരു കാര്യം കത്തും. അപ്പം തന്നെ ലിത്തോനെ വിളിച്ചിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ മീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയും എനിക്കറിയാം അവന് ഇതിനും മുന്നേ ഇങ്ങനെ കളവ് ചെയ്തെന്നുള്ളൊരു കാര്യമില്ലെന്ന് പറയുമ്പോൾ അവൾ പറയും നിനക്കത് എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ദാക്യോങ്ങാണ് എന്നോട് പറഞ്ഞത്, ആ ഒരു കൂട്ടുകാരുടെ അമ്മ ഇവളോട് പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും നീ അവനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി പോവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അത് മാത്രമല്ല ആ ഒരു ദിവസം അവൻ ആ ഒരു കഫേയിൽ കിടന്നെന്ന് പറഞ്ഞില്ലേ അത് ഏത് ദിവസമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു രാത്രി ആയിരുന്നെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സംശയമാകും, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യങ്ജുനെങ്ങാനും വീട്ടിലോട്ട് വന്നോ എന്നൊരു സംശയം ഉണ്ടാകും. അപ്പോൾ അവർക്കും ഈ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ നമ്മുടെ യങ്ജുനെ കാണാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണെങ്കിലും ഇവൻ ആ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവനെ വിളിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവൻ ചോദിക്കും നിങ്ങൾ എന്താ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഒന്നും മിണ്ടാത്ത എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും നീ അന്ന് ആ ഒരു കഫേയിൽ ഉറങ്ങിയ ആ ഒരു രാത്രിയില്ലേ അന്നെങ്ങാനും നീ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ആന്ന് പറയും കേട്ടോ. വന്നിരുന്നു എന്നിങ്ങനെ പറയും. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്കും കാണിക്കും. ഇവൻ ആ ഒരു ഡോറ് വന്ന് വരുമ്പോൾ എന്താ ഇവരിങ്ങനെ കിസ് ചെയ്യുന്നത് അവൻ കണ്ട് ആകെ ഷോക്കായിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് വല്ലാതെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 13 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.